ഹായ് ടു ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ബീഫ് ഫ്രൈക്ക് ഇത്തിരി എരിവില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം എന്ന് പറയുന്നവർക്കായി നല്ല കുരുമുളകും ചതച്ചമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വഴറ്റി നമ്മുടെ കറുകറുത്ത് എരിവരിയും ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. 1 കിലോ ബീഫ് വൃത്തിയായി കഴുകിയെടുക്കാം. അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചുവന്നുള്ളി, 1 കപ്പ് ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് ഇടുക. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി അല്ലെങ്കിൽ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും വെക്കാം. എന്നിട്ട് ബീഫ് കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കതിലേക്ക് 2 സ്പൂൺ തേങ്ങാക്കൊത്തും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ചതച്ച മുളകും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ വഴണ്ടി വരുന്ന സമയം നമുക്കതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി എടുക്കാം. ഇനി ആവശ്യത്തിന് കുരുമുളകും കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും ചേർത്ത് നല്ല കറുകറുത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.